ഇതിപ്പോഴത്തെ കാര്യമംഗലം മാർക്കറ്റാണ്. താർമേരി മാർക്കറ്റിൽ ഈ ആഴ്ച വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഒരാഴ്ചക്കകത്ത് പ്രായത്തിൽ വരുന്ന അടിപൊളി പശുക്കുട്ടികളാണ്. ഇത് എത്ര ദിവസം? 1 വീക്കാണോ? ഒരാഴ്ച പ്രായോ? എവിടെ റേറ്റിൽ വാങ്ങിയത്? 20 നാളാ ഇருக்கு. രണ്ടും കൂടെ എവിടെ റേറ്റിൽ വാങ്ങിയത്? അടിപൊളി കുറെ റെഡിനറി പശു കളിക്കുന്നതാണോ? 3 ഒരേ കളർ ഒരേ പാറ്റേണിലുള്ള അടിപൊളി പശുക്കളാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണത് എത്ര പ്രസവമാണ് ഇതൊക്കെ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഫസ്റ്റ് പ്രസവം, സെക്കൻഡ് പ്രസവം, തേർഡ് പ്രസവത്തിൽ വരുന്ന അടിപൊളി പശുക്കളാണ്. ഏകദേശം എത്ര പാലൊക്കെ പ്രതീക്ഷിക്കാം നമുക്കിത്? 18 to 22 വരെ പ്രതീക്ഷിക്കാം. പ്രൈസ് റേഞ്ച് എന്ന് പറയണം. എങ്ങനെയുണ്ടാ ശക്തി എക്സ്പീരിയൻസ് ടോട്ടല്? വിശ്വാസമാണ്. ഓക്കെ, ഗ്യാരണ്ടി ഉണ്ട്. നല്ല അണ്ണ വണക്കണ. വണക്കം. എവിടെ ഇരിക്കണ? ഇതിപ്പോ നിറയെ പോത്തുകുട്ടികളുടെ കയ്യിലെല്ലാം വെച്ചിരിക്കണ്ട, എല്ലാം കയ്യില്. ഇതൊക്കെ എന്നെ പ്രായം ഏജ് എവിടെ വരുന്നത്? ഇതൊക്കെ ഏറ്റവും ചിന്നത് എവിടെ നാളെ തൊട്ട് ഇருக்கு? ചിന്നത് എവിടെ? ഇപ്പൊ 1 month 2 month അന്ന് മാതിരിയാ? 3 month എല്ലാത്തിലും കിടക്കും. ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും ചിന്നത് എവിടെ റേറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? ഇതൊക്കെ എവിടെ പ്രായം ഇருக்கு? ഇതൊക്കെ പ്രൈസ് ഏജ് ഫസ്റ്റ് ഏജ് എവിടെ? അത് 1.5 വയസ്സ് എടുക്കാം. 1 വയസ്സാ? 1 വയസ്സെല്ലാം കഴിഞ്ഞ് 1.5 വയസ്സായ ടൈപ്പില് ഉള്ള കുട്ടികളാണ്. 1.5 വയസ്സ് ഇരിക്കാൻ കുത്തിവെക്കുന്ന കുട്ടികളാണ് ഇളയിൽ. പൂശി കുത്തി വെച്ചിരിക്കാ? 2 പോട്ടിருக்கு. സെയിം അത് തന്നെയാണ്. രണ്ടിലും കുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. കുത്തി വെച്ചിട്ടുണ്ട്. ആണേ ജോഡിയാണ്. ജോഡി 1.5. കുത്തി വെച്ചിരിക്ക്. എത്ര സെക്കൻഡ് വണക്കണോ? എപ്പി இருக்கா? നമ്മളിപ്പോ എന്താ മാർക്കറ്റില്? കൃഷ്ണഗിരി മാർക്കറ്റില്. കൃഷ്ണഗിരി ധർമ്മപുരി എന്നൊക്കെ പറഞ്ഞ ഒരേ മാർക്കറ്റ് ആണല്ലോ. നമ്മൾ എത്ര മാട് വാങ്ങിയിരിക്കും ടോട്ടല്? 10. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടികളിലൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 8 ബാക്കി ആ ടീമിന് തന്നെ വയനാട്ടിലേക്ക്. ബാക്കി നല്ല അടിപൊളി റെഡ് ആൻഡ് വൈറ്റിലെ കളക്ഷൻസ് ആണ് ഈ ആഴ്ച മൊത്തം വാങ്ങിക്കുന്നത്. മൊത്തം റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഇതൊക്കെ ഇത് എത്ര പല്ലാണ്? ഇത് 2 പല്ല് പ്രായമാണ് അല്ലേ? എത്ര നാള് പ്രസവിക്കുന്നത്? 2 മാസം ഗ്യാപ്പ് ഇருக்கு. എവിടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കും? ആവറേജ് 80-90 മേലെ വന്നിരിക്കുന്നത് അടിപൊളി ഒരു കന്നി പശുവാണ്. ബാക്കി ഈ ഒരു പശുവാണോ? കന്നിയാണത്. എത്ര പല്ല് പ്രായമാണോ? 2 പല്ല്. എത്ര പാല് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക്? ഈ കാണുന്ന ഇതാ നമ്മൾ ജേഴ്സി പറഞ്ഞത് റെഡ് ആൻഡ് വൈറ്റ് 18-20 ലിറ്റർ വരെ കന്നിയിൽ പ്രതീക്ഷിക്കാം. ഇതിന് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? 80 മേലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെയും കുറെ പശുക്കൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഒരു പ്രസവിച്ച പശു വീണ്ടും നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ് ആണല്ലോ. 3 റെഡ് ആൻഡ് വൈറ്റ് വാങ്ങിയിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം വയനാട്ടിലേക്ക് വാങ്ങി. ഒരു റെഡ് ആൻഡ് വൈറ്റ് ഇതാണ്. രണ്ടാമത്തെ റെഡ് ആൻഡ് വൈറ്റ് ഇതാണ്. അങ്ങേ ഏറ്റവും അവിടെ റെഡ് ആൻഡ് വൈറ്റ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കാം. റെഡ് ആൻഡ് വൈറ്റ് സെപ്പറേറ്റ് ഉണ്ട്. ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് ഈ റെഡിന് എത്രാമത്തെ പ്രസവമാണത്? 3ാമത്തെ പ്രസവം. 3ാമത്തെ പ്രസവത്തിൽ അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് ആണ്. എത്ര പാല് പ്രതീക്ഷിക്കുന്നത്? 20 ലിറ്ററിന് മേലെ പ്രതീക്ഷിക്കാവുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് പശുവാണ്. എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക്? 80 മേലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 3rd ലാക്ടേഷനിൽ വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് അടിപൊളി പശുവാണ്. പ്രസവിക്കാൻ 1 മാസം ഗ്യാപ്പ് എടുക്കുന്ന 1 മാസത്തോളം ഗ്യാപ്പ് ഉണ്ട്. 25 ദിവസത്തോളം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ വീണ്ടും ഒരു റെഡ് ആൻഡ് വൈറ്റ് ആണല്ലോ. ഇത് എത്രാമത്തെ പ്രസവമാണോ? എത്രാമത്തെ പ്രസവമാണ് ഇത്? 2nd ലാക്ടേഷനിൽ വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ്. മൊത്തം നോക്കി 3 റെഡ് ആൻഡ് വൈറ്റ് വാങ്ങിക്കുന്നത്. എത്ര പാലൊക്കെ പ്രതീക്ഷിക്കാം നമുക്കിത്? 18 to 22 വരെ പ്രതീക്ഷിക്കാം. പ്രൈസ് റേഞ്ച് എന്ന് പറയണ 80 തൊട്ട് മേലേക്ക് വന്നിട്ടുണ്ട്. ഏത് മാർക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്? കൃഷ്ണഗിരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അടിപൊളി 3 റെഡ് ആൻഡ് വൈറ്റ് പശുക്കളാണ്. ഇത് എന്താ ഊർക്ക് പോകുന്നുണ്ട്? ഇതെല്ലാം വയനാട്ടിലേക്ക് പോകുന്ന അടിപൊളി പശുക്കളാണ്. ഇതേപോലെ പശുക്കൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ടോ? നമുക്ക് നോക്കി കണ്ടെടുക്കാം അല്ലെ? പിന്നെ HF പശുക്കൾ, അടിപൊളി കന്നി HF പശുക്കൾ. മൊത്തം എത്ര മാട് വാങ്ങിയിരിക്കും? 10 എടുത്തുണ്ട്. 3 4 ആയിട്ടുണ്ട്. ബാക്കി ആ ലൈനിൽ നിൽക്കുന്നതാണോ പശുക്കള്? ബാക്കി 2 ഈ ലൈനിൽ നിൽക്കുന്ന അടിപൊളി HF പശുക്കളാണ്. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു? ബാസിത്ത്. ബാസിന് വേണ്ടിയാണ് വയനാടല്ലേ സ്ഥലം? വയനാട്ടിലേക്ക് നമ്മൾ 2 ദിവസമായിട്ട് കറങ്ങി നടന്ന് ഫാമുകളിലും പിന്നെ മാർക്കറ്റിലൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിലൊരു എക്സ്പീരിയൻസ്?
ഓക്കെ, നമ്മൾ കുടികളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപാട് കുടികളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പശുക്കളെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കുടികളിൽ പോയി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറെ പശുക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വന്ന് കുറെ അടിപൊളി പശുക്കൾ എടുത്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഫാം എവിടെയാണ്? കറക്റ്റ് സ്ഥലം എവിടെയൊക്കെയാണ്? പനമരം വയനാട്ടില്. ഫാമിന് പേരെന്തെങ്കിലും ഉണ്ടോ? തൽക്കാലത്തേക്ക് പേരിട്ടിട്ട് ഞങ്ങൾ സ്റ്റാർട്ടപ്പാണ്, പുതിയ സ്റ്റാർട്ടപ്പ്. നിങ്ങൾ എത്ര പേര് ചേർന്നിട്ട്? ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് തുടങ്ങിയത്. ഇപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട്? 2 മാസം ആവുന്നുള്ളൂ. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? അവിടെ 5 ബാക്കി ഇപ്പൊ 10 കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അടുത്ത പതുക്കെ കൂട്ടാനുള്ള 2-3 ആഴ്ച വരണം. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസവിച്ചതിന് ശേഷമാണ് പതുക്കെ വരാനായിട്ടാണ്. ഇന്നത്തെ മാർക്കറ്റ്, ഈ ഒരു മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നോ? മൊത്തം നല്ല കുഴപ്പമില്ലാതെ. പിന്നെ ബാക്കി പശുക്കൾ, വാങ്ങിയ പശുക്കളെല്ലാം എവിടെ നിർത്തിയേക്കാണ്? അത് കുടികൾ നിർത്തിയേക്ക്. എങ്ങനെയാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ? അവിടെ ഒരുമിച്ചപ്പോ പല കുടികളിൽ നിന്ന് വാങ്ങിയാണ് ഫാമിൽ കൊണ്ട് നിർത്തിക്കണം. ലോഡാവും. എന്നിട്ട് ബാക്കി അതിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ പോവാണ്. എന്നിട്ട് പാലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വിപണനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? മൊത്തം സൊസൈറ്റിയിലേക്കാണ്. എന്താ വില കിട്ടുന്നുണ്ട് സൊസൈറ്റിയിലൊക്കെ? 44 ആ റേഞ്ചിൽ 1 ലിറ്ററിന് കിട്ടുന്നുണ്ട്. ജോലിക്കാരുണ്ടോ? നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്? നേപ്പാളി ഫാം. അവർക്ക് എന്തോ ശമ്പളം കൊടുക്കുന്നുണ്ട്? 25 ഫാമിലിക്ക്. ഇപ്പൊ എത്ര? 5 പശു പോകുന്നുണ്ട്. 10-15 പശുക്കൾ. എത്ര പശുക്കൾ വരെ നോക്കും അവർ? എന്താ പറഞ്ഞിട്ട്? 15 വരെ നോക്കും. 25 പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ശമ്പളം കൂട്ടി കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റാഫ് എക്സ്ട്രാ വെക്കേണ്ടി വരും. പിന്നെ പുൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതലും കന്നിപ്പശുക്കൾ എടുത്തിരുന്നു അല്ലേ? പിന്നെ 2-3 സെക്കൻഡ് തേർഡും എടുത്തിട്ടുണ്ട്. അത് സാമ്പിളായിട്ട് എടുത്ത് നോക്കിയാണ് ഏതാണ് സക്സസ് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാ റേഞ്ചിലും പശുക്കൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും. എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ് ടോട്ടല്? വിശ്വാസമാണ്. ഓക്കെ, ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഒരാഴ്ചക്കകത്ത് പ്രായത്തിലിടുന്ന അടിപൊളി പശുക്കുട്ടികളാണ്. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം, 3 മാസം അടിപൊളി പശുക്കുട്ടികൾ. ഇത് കുട്ടികൾ നഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മൾ അടിപൊളി ചെറിയ പ്രായത്തിലുള്ള 2 മാസം, 3 മാസം, 4 മാസം എല്ലാ പേഴ്സൻറ്റിലുള്ള കുട്ടികളെ നോക്കിയെടുക്കാവുന്നതാണ്. ഇത് എത്ര ദിവസം? 1 വീക്കാണോ? ഒരാഴ്ച പ്രായോ? എവിടെ റേറ്റിൽ വാങ്ങിയത്? 20 നാളായിരിക്കും. രണ്ടും കൂടെ എവിടെ റേറ്റിൽ വാങ്ങിയത്? 10 രൂപ ആയിരിക്കും ഒരെണ്ണത്തിന്. 10,000 രൂപ വാങ്ങിയിട്ട്. നല്ല ഇതിൽ പാല് കൊടുക്കണ്ടേ? പാലെടുക്കാം. മിൽക്ക് കൊടുത്ത് വളർത്തേണ്ടത് 2 മാസം മിൽക്ക് കൊടുക്കണം. വേറെ മാട് എടുക്കാം. വെച്ചെടുക്കും. എന്തോ ഒരു ഓമല്ലൂർ. ഇവിടുന്ന് എപ്പോഴും കൊണ്ട് വലിയ വണ്ടിയിൽ കൊണ്ടുപോ? ചെറിയ വണ്ടിയിൽ. അണ്ണാ വാങ്ങിയത്? അണ്ണാണോ വാങ്ങിയത്? വേറെ എടുക്കാം മാട്? ഈ 2 മാട് മാത്രം വാങ്ങിയത്? വലിയ വേണം പിന്നെ വാങ്ങിയത്. ഫസ്റ്റ് സാമ്പിൾ വാങ്ങിയത് 20,000 ആയത്. ഓക്കെ. നമ്മളിപ്പോൾ കാര്യമംഗലം മാർക്കറ്റിലാണ്. കാർമേരി മാർക്കറ്റിൽ ഈ ആഴ്ച വന്നിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റുള്ള കളക്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം 1 വയസ്സ് കുട്ടിപ്പിക്കാനായ ടൈപ്പിൽ വരുന്ന ക്രാഫ്റ്റുകളാണ്. ഫുള്ള് അടിപൊളി ക്രാക്കുകളുടെ കളക്ഷൻസ് ആണുള്ളത്. നമ്മൾ ഫസ്റ്റ് വരുന്ന സ്ഥലത്താണെങ്കിൽ നല്ലപോലെ വലിയ പശുക്കളുടെ കളക്ഷൻസും ഉണ്ട്. അണ്ണാ വണക്കണ. വണക്കം. എവിടെ இருக்கണா? ഇതിപ്പോ നിറയെ പോത്തുകുട്ടിയുടെ കയ്യിലെല്ലാം വെച്ചിരിക്കണ എല്ലാം കയ്യില്. ഇതൊക്കെ എന്നെ പ്രായം ഏജ് എവിടെ വരുന്നത്? ഇതൊക്കെ ഏറ്റവും ചിന്നത് എവിടെ നാളെ തൊട്ട് ഇருக்கு? ചിന്നത് എവിടെ? ഇപ്പൊ 1 മന്ത് 2 മന്ത് അന്ന മാതിരിയാ? 3 മന്ത് എല്ലാത്തിലും കിടക്കും. ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും ചിന്നത് എവിടെ റേറ്റ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് 4,000-3,000 അവിടെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. അതൊക്കെ കിലോ കിടക്കുമോ? ഏറ്റവും ലോവസ്റ്റ് 3,000 രൂപ. 3,000. ഇതിലിപ്പോ 3,000 റേഞ്ചിലൊക്കെ പാക്കാൻ മുടിയുമോ? ഇതില് ഇருக்கு. ഇതില് ആവറേജ് 3,000 இருக்கு. ഇതിൽ ഇന്ത്യ കാണുന്നതൊക്കെ എവിടെ റേഞ്ചിൽ വരും? ஜாதி கணக்கு பாருங்க. இது நாட்டி ஆண்றாங்க. இதுல பிரீட் என்ன பிரீட் இருக்கு? கருப்பு துண்டு பீடி ஆண்றாங்க. கருப்பு துண்டு பீடி ஆந்திரா. கருப்பு துண்டு பீடி ஆந்திரா இது பேரு. அது வந்து கர்நாடகா. மைசூர். நாட்டி.
ഇത് എന്നതാ ഏറ്റവും നല്ല പെരിയ സൈസ് ആവുന്ന എന്താ பெரிய சைஸ் ஒரு இந்த சைஸ் வேணும்னா 14,000 15,000 எது ഇതിന്റെ സൈസിൽ വരുന്നത് കുറച്ച് പെരിയ സൈസിൽ വരുന്നത് എന്താ ഐറ്റമാ 11,000 12,000 അല്ലേണ ഇതില് ചിന്നതാണേ നല്ല ഗ്രോത്ത് കിട്ടണ മാതിരി இவ்வளவு பெருசு நல்லா 25,000 30,000 പോത്തിന്റെ റേറ്റ് എല്ലാം കേട്ടത് എല്ലാം ബ്രീഡ് தான் பெருசு வருதுன்னு கேட்டது சுருட்டி சுருட்டி துண்டு சுருட்டி இதுல இருக்கு அது அந்த மாதிரி லாஸ்ட் இருக்கு ലാസ്റ്റ് இருக்குன்னா கொஞ்சம் பெரிய சைஸ்ல வருது மாதிரி அங்க ലാസ്റ്റ് ഇരിക്കും ഇതൊക്കെ എന്താ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതൊക്കെ 72 കുത്തി വെച്ചിരിക്കാ ഹൗസ് തന്നെ ഇരിക്കാ പ്രഗ്നന്റാ 2,000 രൂപയാണ് ഈ ഒരു മോഴ HF ആണ് കുത്തി വെച്ചിട്ടില്ല ഇതൊക്കെ എവിടെ വരണം ചിന്നത് 65 ഇതാ അങ്ങനെ ചിന്നത് 35 ഇച്ചേക്കണെങ്കിൽ 35 ഇതാണ് 26,000 35,000 65 70 റേഞ്ചിലുള്ള പല പ്രൈസ് റേഞ്ചിലും പല പ്രായത്തിലും വരുന്ന ഫുഡാണ് അല്ലേ അണ്ണാ കൊഞ്ചം ഡിസ്കൗണ്ട് ഇരിക്കില്ല ലാസ്റ്റ് കൊഞ്ചം അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കില്ല ആസ്കിംഗ് പ്രൈസ് ആണ് അതെല്ലാം എന്തെങ്കിലും വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തവർ കൊടുക്കും ഇതൊക്കെ എവിടെ പ്രായം ഇരിക്കും ഇതൊക്കെ പ്രൈസ് ഏജ് ഫസ്റ്റ് ഏജ് എவ்வளோ അത് 1.5 വയസ്സെടുക്കാം 1 വയസ്സാ 1 വയസ്സെല്ലാം കഴിഞ്ഞ് 1.5 വയസ്സായ ടൈപ്പില് ഉള്ള കുട്ടികളാണ് എவ்வளோ പ്രൈസ് റേഞ്ച് വരുവാണ് ഇതെല്ലാം സ്റ്റാർട്ടിംഗ് 22 രൂപയിൽ കൊടുക്കണം കുട്ടി 22 രൂപയിൽ 22 മുതൽ മാക്സിമം സാർ ഏത് ആവറേജ് എവിടെ പ്രൈസ് ഇത് 37 രൂപ വരും സാർ 37 37,000 രൂപയാണ് 1.5 വയസ്സായിരിക്കാണ് അത് 1 വയസ്സ് കഴിഞ്ഞത് 1 വയസ്സ് കഴിഞ്ഞത് അടുത്ത ഇതൊക്കെയാണോ ബാക്കി ഇതിൽ എല്ലാം സെയിം വരും സാർ എല്ലാരും 37 വരെ சொல்றது 45 കൊടുക്കുന്നത് ഒരു 38 39 രൂപ കൊടുക്കുക ഓക്കെ ഒരു 40 ചോദിക്കും ഒരു 37 ഇട്ടാൽ കൊടുക്കും അവർ വന്നാൽ കൊടുക്കുക എല്ലാം അവിടെ എല്ലാം സെയിം എല്ലാം 30-37 റേഞ്ചിൽ വരുന്ന അവര് ചോദിക്കുമ്പോ ഇവർ ഇതാണ് പറഞ്ഞത് 40-40 നമ്മളൊക്കെ ചോദിക്കും എന്നാൽ ആവറേജ് 35 റേഞ്ചിൽ ബ്ലാക്ക് ആണ് ഇന്ന് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ലാസ്റ്റ് ഇതുവാ ഇത് ഫുൾ ബ്ലാക്ക് ഇതുവാ ഇത് 37 രൂപ ഫൈനൽ പ്രൈസാ ഫൈനൽ പ്രൈസ് செல்லிங் பிரைஸ் அண்ணே வணக்கம் அண்ணே ஹலோ வணக்கம் எப்படி இருக்கு ഇപ്പഴും 2 എണ്ണം കയ്യിൽ വെച്ചിരിക്ക് പുള്ളി ഇപ്പഴും 2 എണ്ണം നമ്മൾ മിക്കവാറും കാണുന്നതാണ് ഈ മാർക്കറ്റ് വെച്ചിട്ട് ഇത്തവണ പുള്ളി 1.5 വയസ്സ് മിക്കവാറും കുത്തിവെക്കുന്ന കുട്ടികളാണ് ഇയാളെ പൂശി കുത്തി വെച്ചിരിക്കാ 2 പോട്ടിருக்கு ആ സെയിം അത് തന്നെയാണ് 2ലും കുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ 2 കുത്തി വെച്ചിട്ടുണ്ട് അണ്ണാ ജോഡിയാണ് ജോഡി 1.5 ആ കുത്തി വെച്ചിരിക്ക് എത്ര മാസമായിരിക്ക് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ ജോഡി 1,05,000 രൂപ 52,000 രൂപ റേഞ്ചിലാണ് ഇവർ ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിൽ ഇത് നല്ലൊരു ഒറിജിനൽ മോഴയാണ് കേട്ടോ 1.5 ചോദിക്കുന്നത് അപ്പോൾ കുറച്ച് അവർ കൊടുക്കും 2 കുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് കൺഫേം ആക്കണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല എന്തായാലും പക്ഷെ പുള്ളിയുടെ പണ്ട് നമ്മളിതുപോലെ വാങ്ങിയിട്ട് 2 ലക്ഷം ചനയായിരുന്നു 2 വർഷം മുമ്പ് ആൾക്കാർ വാങ്ങാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കളിക്കുന്ന അടിപൊളി പശുക്കളാണ് നല്ല അടിപൊളി ഒരു ബ്രൗൺ വൈറ്റ് മിക്സ് മോഴ പശു ഉണ്ട് നല്ല സൈസിൽ നല്ല ബ്ലാക്ക് അണ്ണ ഇത് കുത്തി വെച്ചിട്ട് തന്നെ ഇരിക്കാം പറഞ്ഞിട്ടുണ്ടോ വാങ്ങിയതാ എവിടെ പ്രൈസ് ആയിരിക്കണം 45,000 അവരെന്നാ ചൊല്ലിയത് കുത്തി വെച്ചിരിക്കാതെ എത്ര എന്നാ ചൊല്ലി വാങ്ങിയതവര് നമ്മള് വാങ്ങുമ്പോ ഇരിക്കാൻ ചൊല്ലുത് 45,000 2 പല്ല് പ്രായം 2 പല്ല് പ്രായത്തിൽ ഈ ചേട്ടൻ വാങ്ങിയതാണ് 45,000 രൂപയ്ക്ക് ചന ഉണ്ടെന്നാണ് പറഞ്ഞത് അവര് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത് 1 മാസം നോക്കാനായിട്ടില്ല 1 മാസമൊക്കെ ആയിട്ടുള്ളൂ ഇതെന്നെ സെയിൽ പണിതുക്കാക്കാണ് ചന നിറച്ച് പ്രഗ്നന്റ് ആക്കി 9 മന്ത്ക്ക് അപ്പുറം സെയിൽ പണിതുക്കാക്കാൻ വാങ്ങിയതാ ഓക്കെ ഇവര് വാങ്ങിയിട്ട് ഒരു 9 മാസം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് 45,000 രൂപയ്ക്കാണ് ഇവിടുന്ന് വാങ്ങിയത് നല്ല അടിപൊളി മോഴ തന്നെ കുറച്ചല്ല കൊമ്പില്ല മോഴ ടൈപ്പ് ഇതാ വാങ്ങിയത് ഇതാണ് അത് നമ്മൾ വാങ്ങിയതാ എന്താ മോഡൽ വേറെ ആള് വാങ്ങിയതാ
ഇത് നല്ലൊരു സ്മോൾ പശുവാണ്. ഒരു ബ്രൗൺ വൈറ്റ് മിക്സ് ഷെയ്ഡുള്ള നല്ലൊരു ഷേപ്പ് ഉണ്ട്, കാണാൻ നല്ല ലുക്കുള്ളൊരു. എത്ര ഏജ് എടുക്കണേ? എത്ര മാസം இருக்கு இதுக்கு? 6 மாசம் 6 மாசம் எல்லாம் 6 മാസം മുതൽ ഇതൊക്കെ എവിടെ ഇருக்கு? இதெல்லாம் ஒரு வருஷம் என்ன ഒരു വയസ്സ് കഴിഞ്ഞിരിക്കും. എവിടെ പ്രൈസ് റേഞ്ച് വരുന്ന ഫുള്ള്? 25 40 വரைக்கும் 50 വரைക്കും. ഇതിനകത്ത് ഈ കാണുന്ന പശുക്കളിൽ 25,000 മുതൽ 40,000 50,000 വരെ വരുന്ന കുട്ടികളാണ്. പല വലുപ്പത്തിൽ പല പ്രായത്തിലും പല ബ്രീഡിലുള്ള കുട്ടികളാണ്. ഇത് കുറച്ച് വലുതാണ്. ഇതൊക്കെ ആയിരിക്കും ഒരു 40-50 പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് വലിയ കറവ പശുക്കളാണ്. ഇതെല്ലാം കടിഞ്ഞൂല് ചന പശുക്കളാണ്. ഇതേപോലുള്ള പശുക്കളാണെങ്കിൽ ഈ ഒരു സെക്ഷനാണ് ഫുള്ള് നിൽക്കുക. ഇവിടെ മൊത്തം മിൽക്കിംഗ് ആയിട്ടുള്ള ചന പശുക്കൾ, കടിഞ്ഞൂൽ പശുക്കൾ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ വാങ്ങാൻ പറ്റും. കമ്പയർ ചെയ്യുമ്പോൾ വേറെ മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് വിലക്കുറവിൽ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ കളക്ഷൻസ് കുറവായിരിക്കും. നമ്മൾ ഒരുപാട് കളക്ഷൻസ് പ്രതീക്ഷിക്കരുത്. നമുക്ക് ചിലപ്പോൾ നല്ല കളക്ഷൻസ് കിട്ടാം, മറ്റേ അത്രയും ക്വാണ്ടിറ്റീസ് വരില്ല. നമുക്ക് എണ്ണം കുറവായിരിക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാം. ഒരുപാട് വെറൈറ്റീസ് കാണും ഇതിൽ. ഇനി നമുക്ക് പറ്റുന്നത് നമ്മൾ നോക്കിയെടുക്കാവുന്നതാണ്. കഴുകിലൊക്കെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. സെക്കൻഡും തേർഡും ഒക്കെ ഇട്ടിരിക്കുന്ന ചനയായിട്ടുള്ള പശുക്കൾ കഴിഞ്ഞ നടുവിൽ ജേഴ്സി പശുക്കളൊക്കെ അവൈലബിൾ ആണ്. ചെറിയ ടൈപ്പ് പശുക്കളാണ്. ചെറിയ ടൈപ്പ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല HF പശുക്കളെല്ലാം അവൈലബിൾ ആണ്. ഇതെല്ലാം വാങ്ങി കിട്ടിയ പശുക്കളാണ്. ഇത് അടിപൊളിയൊരു കടുതല് ജേഴ്സി പശുവാണ്. ഇവിടെ എല്ലാം ചനപ്പശുക്കളാണ്. അവിടെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ചനപ്പശുക്കളാണ്. സിഗരറ്റ് ഇപ്പൊ 40 ഇവിടെ എല്ലാം വാങ്ങിക്കിട്ടിരിക്കുന്ന അടിപൊളി പശുക്കളാണ്. ഇതിനകത്തും പുറത്തൊക്കെ ആയിട്ട് പല ആൾക്കാരും വാങ്ങിക്കിട്ടിരുന്ന ഇടക്കര പശുക്കളും പശുക്കുട്ടികളും എല്ലാം വാങ്ങി മാറ്റിക്കെട്ടിരിക്കുന്നതാണ്. ചനപ്പശുക്കളും ഇടക്കറയും എല്ലാം എല്ലാ ഐറ്റംസും ജേഴ്സി, മോഴ, തടിപ്പശുക്കൾ, അടിപൊളി കുട്ടികൾ, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്.